ഇലിയാസൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോകില്ല, പിന്നെ ഇപ്പൊ എവിടെ മുഖ്യമന്ത്രി കസേരയിട്ട് ഇനി എങ്ങനെ വരുന്നത്? പിണറായിയുടെ അവസ്ഥ ഇപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ഏത് സമയം വേണമെങ്കിലും ആ കസേര തെറിക്കാം. അതായത് മുഖ്യമന്ത്രി സ്ഥാനം വിട്ട് പിണറായി എന്നേക്കുമായി പടിയിറങ്ങാൻ ഇനി ഒരുപാട് നാളുകൾ ബാക്കിയില്ല എന്നർത്ഥം. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ഏക കാരണം, ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് ഏക കാരണം പിണറായിയാണ് എന്നുള്ള വലിയ രീതിയിലുള്ള മുറവിളികൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. പിണറായിയുടെ ശൈലി മാറ്റാതെ പാർട്ടി നന്നാവില്ല, ഇനി ഇടതുപക്ഷം ഒരിക്കലും കേരളത്തിൽ ഭരണത്തിൽ വരില്ല എന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായിയുടെ കസേര തെറിപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്നുള്ളവർ പണി തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും തലസ്ഥാനത്ത് അതിനായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഉടൻ തന്നെ അച്ഛനും മകളും ഒക്കെ അന്വേഷണ ഏജൻസികളുടെ മുന്നിലെത്തും. മാത്രവുമല്ല, പിണറായിയുടെ കസേര തെറിക്കാനുണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും പുറത്തു വരും. ഇതുമായി ബന്ധപ്പെട്ട മലയാളി വാർത്തയോട് PC ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്കും കൂടി എത്തിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി അത് നമുക്ക് പ്രതീക്ഷിക്കാമോ? പിണറായി വിജയന്റെ രാജി പ്രതീക്ഷിക്കാമെന്ന് അനിവാര്യമായ ഒരു കാര്യമാണ് അത് എന്ന കാര്യത്തിൽ സംശയില്ല. അത് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. ഇന്ന് തോമസ് ചാഴികാടന്റെ പ്രസ്താവന കണ്ടില്ലായിരുന്നു. അതായത് മാണി ഗ്രൂപ്പിനകത്ത് പോലും പിണറായിക്കെതിരെയുള്ള ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കുക. കേരളത്തിലെ LDFന്റെ പരാജയത്തിന് പൂർണ്ണമായും ഉത്തരവാദി പിണറായിയാണെന്ന് എല്ലാവരും പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നുവരെ മിണ്ടാൻ ധൈര്യപ്പെടാതിരുന്ന എല്ലാവരും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എണ്ണപ്പെട്ടിരിക്കുന്നു, ഒരു സംശയമുണ്ട. പിണറായിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു, അത്രയുണ്ട്. അത് 1% അല്ല, 1/2% പോലും സാധ്യതയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു കാരണത്തിനുള്ള സാധ്യതയില്ല. അയാളുടെ ആഗ്രഹമാണ് പിണറായിയുടെ. ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. കാരണം ഇലിയാസൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോകില്ല, പിന്നെ ഇപ്പൊ എവിടെ മുഖ്യമന്ത്രി കസേരയിട്ട് ഇനി എങ്ങനെ വരുന്നത്? അങ്ങ് ജയിലിൽ പോക്കോളും, ധൈര്യമായിട്ടിരിക്കുക, വെയിറ്റ് ചെയ്യാം. രക്ഷപ്പെട്ട് പോകാറുണ്ടേ. ദുഷ്ടനെ പല പോലെ വളർത്തുന്ന, പല പോലെ വളർന്നുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പല പോലെ പടർന്ന് വീഴുന്നത് തകർന്നായിരിക്കും. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഒന്നും പേടിക്കണ്ട. ഇപ്പൊ ഹൈക്കോടതിന് പിണറായി വിജയനും മകൾക്കും ഒക്കെ നോട്ടീസ് ആയല്ലോ. അതവിടെ നിൽക്കട്ടെ. വേറെ നടപടികൾ ഉണ്ടാവുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.